ഡിയേഴ്സ്, നമ്മുടെ പ്ലസ് വണ്ണിലെ തന്നെ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് നമ്മളെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, നമ്മളെ 5ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് തരാണ്. അപ്പോൾ എന്തൊക്കെ ഇക്വേഷൻസ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് നമ്മളെ അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ ആണ്. റോ ഡാറ്റൻ്റെ കേസിലാണെങ്കിൽ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസും അതേപോലെ തന്നെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻസ് ആണ്. തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക, ആൻഡ് അതേപോലെ തന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് എണ്ണി നോക്കുക, അത് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എക്സ് ബാർ ആയിരിക്കും. ഈ രണ്ടാൾക്കാരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസ് ആണെങ്കിലും കണ്ടിന്യൂസിന്റെ കേസ് ആണെങ്കിലും ഇക്വേഷൻ എന്താണ്, സെയിം ആണ് വരുന്നുണ്ടായിരിക്കുക. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ഇനി വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ, അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റിന്റെ പോലെ തന്നെ പക്ഷേ ഇവിടെ എഫിന് പകരം ഡബ്ല്യു ആണ് വരുന്നുണ്ടായിരിക്കുക. സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു, വെർ ഡബ്ല്യു ഇസ് ദ വെയ്റ്റ്സ്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പൈൻഡ് അരിത്മെറ്റിക് മീൻ, രണ്ടെണ്ണാകാം, രണ്ടെണ്ണത്തിൽ കൂടുതലാകാം. ഇപ്പോൾ രണ്ടെണ്ണം ആണെങ്കിൽ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇനി രണ്ടിലധികം വരികയാണെങ്കിലോ എത്രത്തോളം ആൾക്കാരാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ നമ്മൾ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്താണ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി റോ ഡാറ്റ മീഡിയന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ n+1/2th വാല്യൂ, അതായത് ആ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്, ആ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് എന്ത് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മളെ മീഡിയൻ എന്ന് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിൽ ക്യാപിറ്റൽ n+1/2th വാല്യൂ ആണ്. ഇവിടെ ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസി ആണ് വരുന്നുണ്ടായിരിക്കുക. ഈ ഇക്വേഷൻ ഒക്കെ നോക്കി വെക്കുക. ഇതിൽ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ക്വാർട്ടൈൽസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. കണ്ടിന്യൂസിന്റെ കേസിലാണ് കുറച്ച് വലിയ ഇക്വേഷൻ വരുന്നത്. L പ്ലസ് ക്യാപിറ്റൽ n/2 മൈനസ് m ഇൻറ്റു സി ഡിവൈഡ് ബൈ എഫ് ആണ് വരുന്നത്. ഓരോ ആൾക്കാരും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കണ്ടിന്യൂസിന്റെ കേസിൽ മോഡ്, ഇപ്പം ഡിസ്ക്രീറ്റ് ആണെങ്കിലും റോ ഡാറ്റ ആണെങ്കിലും മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ആളാണ്. പ്രത്യേകിച്ച് ഇക്വേഷനൊന്നും നമുക്കില്ല, ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ആളാണ് മോഡ്. ഇനി കണ്ടിന്യൂസിന്റെ കേസിലാണ് നമുക്കൊരു ഇക്വേഷൻ വരുന്നത്. L പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു സി ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. ഓരോരുത്തർ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളായാലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ഒബ്സർവേഷൻസും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കുക. ഇനിയിപ്പോൾ 2 ആൾക്കാരാണെങ്കിൽ റേസ് ടു 1/2, 3 ആൾക്കാരാണെങ്കിൽ റേസ് ടു 1/3, 4 ആൾക്കാരാണെങ്കിൽ റേസ് ടു 1/4. അപ്പോൾ എത്ര ആൾക്കാരാണോ ഉള്ളത് അത് നമ്മൾ റേസ് ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൻസർ ആയിട്ട് കിട്ടും. ഹാർമോണിക് മീൻ ആവറേജ് സ്പീഡിന്റെ കേസിലൊക്കെയാണ് കാണുന്നുണ്ടായിരിക്കുക. എന്താണ് ഇക്വേഷൻ, n ഡിവൈഡ് ബൈ സിഗ്മ 1/x ആണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീനിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ എപ്പോഴും അത് അരിത്മെറ്റിക് മീൻ ആയിരിക്കും. പിന്നെയാണ് ജോമെട്രിക് മീൻ വരുന്നത്. ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും, ഹാർമോണിക് മീൻ ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഇനി ഒബ്സർവേഷൻസ് ഒക്കെ സെയിം ആണെങ്കിൽ ഈ 3 ആൾക്കാർ എന്താണ്, ഈക്വൽ ആയിരിക്കും. ഇനി അവർ നമ്മളെ റിലേഷൻ അടുത്തത് ജോമെട്രിക് മീനിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അതായത് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് അരിത്മെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ആണ്. ഇനി ക്വാർട്ടൈൽസിന്റെ കേസിൽ റോ ഡാറ്റ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, ഇതെല്ലാം മീഡിയനായിട്ട് വളരെ റിലേറ്റഡ് ആണ്. 1/2 വരെ ആണെങ്കിൽ എന്താണ്, മീഡിയനാണ്. 1/4 വന്നു കഴിഞ്ഞാൽ Q1 ആണ്. അതേപോലെ 3n/4, 3/4 വരെ ആണെങ്കിൽ അത് Q3 ആണ് വരുന്നുണ്ടായിരിക്കും. ഇനി ഡിസ്ക്രീറ്റിന്റെ കേസിലാണെങ്കിലോ ക്യാപിറ്റൽ n+1/2 ആണെങ്കിൽ ആരാണ്, നമ്മളെ മീഡിയൻ, അതായത് Q2 ആയിരിക്കും. ഇവിടെ 4 വന്നു കഴിഞ്ഞാൽ Q1 ആണ്. 3/4 വന്നു കഴിഞ്ഞാൽ ആരാണ്, Q3 ആണ് വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ലാസ്റ്റ് കണ്ടിന്യൂസിന്റെ കേസിലാണെങ്കിലും ആകെ വരുന്ന വ്യത്യാസം, മീഡിയനിൽ നിന്ന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് n/2 ആണെങ്കിൽ മീഡിയൻ, അതായത് Q2, Q1 കിട്ടാൻ വേണ്ടി n/4, Q3 കിട്ടാൻ വേണ്ടി 3n/4 ആണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ആകെ വരുന്നൊരു വ്യത്യാസം. ബാക്കി മീഡിയൻ്റെ ഇക്വേഷൻ ആയിട്ട് എന്താണ്, സെയിം ആയിട്ടാണ് നമുക്കിവിടെ വാല്യൂസ് വരുന്നുണ്ടായിരിക്കുക. സോ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്നുള്ളൊരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏകദേശം പറഞ്ഞാൽ 20ഓളം ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. കാരണം essay ക്വസ്റ്റൻ ആയാലും അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ പോലത്തെ വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളായാലും നമുക്കിതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ്
ചാപ്റ്റർ ഡിസ്പേർഷനിലായാലും ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ മീഡിയൻ മോഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഇക്വേഷൻസ് ഒക്കെയാണ് എന്ത് 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.